ഗാന്ധി കുടുംബത്തിൻ്റെയും കെ കരുണാകരൻ്റെയും വിശ്വസ്തനായി അറിയപ്പെടുന്ന കെ വി തോമസാണ് ചില രാഷ്ട്രീയ വെളിപ്പെടുത്തലുകൾ കുമ്പളങ്ങി മുതൽ ചെങ്കോട്ട വരെ എന്നുള്ള തൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിലൂടെ നടത്തുന്നത്. ഇതിൽ പറയുന്നതനുസരിച്ച് 2001 പത്മജയെ സ്ഥാനാർത്ഥിയാക്കാൻ കരുണാകരൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അക്കാര്യം നേരിട്ട് സോണിയാഗാന്ധിയോട് പറഞ്ഞില്ല. മറിച്ച് താനാണ് ഇക്കാര്യം സോണിയാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് കെ വി തോമസ് പറയുന്നു. എന്നാൽ പത്മജ കുടുംബിനിയായി കഴിയുകയില്ലേ, അവരെ എന്തിനാണ് പിൻവാതിലിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു സോണിയാഗാന്ധിയുടെ ചോദ്യമെന്നാണ് കെ വി തോമസ് പറയുന്നത്. ഇതോടെ ഗാന്ധി കുടുംബവും പ്രത്യേകിച്ച് സോണിയാഗാന്ധിയും കെ കരുണാകരനും തമ്മിലുള്ള അകൽച്ച തുടങ്ങി. മാത്രമല്ല 2001 കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കാൻ സോണിയാഗാന്ധിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ സർക്കാർ സുഗമമായി മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി മാത്രം സോണിയ ഇക്കാര്യത്തിന് സമ്മതിക്കുകയായിരുന്നുവെന്നും കെ വി തോമസ് പറയുന്നു. കൂടാതെ ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ എതിർത്ത് കോളോത്ത് ഗോവിന്ദൻ നായരെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കുക വഴി സോണിയാഗാന്ധിയും കരുണാകരനും തമ്മിൽ ഏതാണ്ട് പൂർണ്ണമായി അകലുകയായിരുന്നു എന്നാണ് കെ വി തോമസിൻ്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ഈ വെളിപ്പെടുത്തലുകളെല്ലാം പത്മജ നിഷേധിച്ചു. മാഷ് നുണ പറയുകയാണ് എന്നായിരുന്നു പത്മജയുടെ പ്രതികരണം. കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന അല്ലെങ്കിൽ മനസ്സാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ കെ വി തോമസ്. പക്ഷേ മരിച്ചുപോയൊരു മനുഷ്യൻ, അദ്ദേഹം നമുക്ക് നന്ദി ഇല്ല കോട്ടെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഇതെല്ലാം കണ്ട വ്യക്തിയാണ് ഞാൻ. ഒരാളെ വേദനിപ്പിക്കാനും ഞാൻ ചെയ്തിട്ടില്ല. മാത്രമല്ല ലീഗറോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. ലീഗറോടും കുടുംബത്തോടും പത്മജയോടും മുരളിയോടും ഒക്കെ കടപ്പാടുണ്ട്. പക്ഷെ ഞാൻ എഴുതിയ കാര്യങ്ങൾ അത് ഡയറി കുറിപ്പിലൂടെ നോക്കിയ കാര്യങ്ങളാണ്. അപ്പം അതിനെനിക്ക് മറ്റൊരു മറുപടി പറയാൻ ആ കാര്യത്തിലില്ല, അതിന് മറുപടിയില്ല. ഇത് കൂടാതെ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ മന്ത്രിസഭാ യോഗം ചേരും മുൻപ് മന്ത്രിമാർ ഫയലുമായി കെ കരുണാകരൻ്റെ വസതിയിലെത്തി കാണിക്കുന്ന പതിവുണ്ടായിരുന്നുവെന്നും കെ വി തോമസ് ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. താൻ ഇതിന് എതിരായിരുന്നു. ഒരു വേള ഇങ്ങനെയാണെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണ് എന്ന കാര്യം കെ കരുണാകരനെ അറിയിച്ചുവെന്നും കെ വി തോമസ് പറയുന്നുണ്ട്. കേരളത്തിലെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വിവിധ ഘട്ടങ്ങളിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങളെയും അന്തർനാടകങ്ങളെയും ഒക്കെ വെളിപ്പെടുത്തുന്നതാണ് കെ വി തോമസിൻ്റെ ഈ പുസ്തകം. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.